ഈ ഒരാളുണ്ടല്ലോ, എൽദോയെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഇന്ന് വരെയുള്ള എപ്പിസോഡ് വെച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ ചാൻസ് കൂടുതലുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന പേര് എൽദോയുടെ പേരായിരിക്കും. ഇന്ന് നടന്ന റാങ്കിംഗ് ടാസ്ക് ഒട്ടുമിക്ക ബിഗ് ബോസ് സീസണിലുമുള്ള ഒരു ടാസ്ക് ആണ് റാങ്കിംഗ് ടാസ്ക്. അവരവരെ സ്വന്തമായി റേറ്റ് ചെയ്യുക, അവരവർക്ക് എത്ര റാങ്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് റാങ്കിംഗ് ടാസ്ക്. 1ാം സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ചത് അഫിയ, ഷിജിന, എൽദോ, ഷിജിലാൽ, ഷിജിൻ. ഇവിടെ എൽദോയുടെ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ എൽദോ ഒരുപാട് ഷൗട്ട് ചെയ്തില്ല, ആർഗ്യൂ ചെയ്തില്ല, ഒരുപാട് സൗണ്ട് എടുത്ത് സംസാരിച്ചില്ല. എടുത്തു പറയേണ്ട കാര്യം എൽദോ സംസാരിച്ച ഓരോ പോയിന്റുകളും വാലിഡ് പോയിന്റ്സുകളായിരുന്നു. എൽദോ പറഞ്ഞത് കഴിഞ്ഞ 3 തവണ ഞാൻ ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയ ഒരാളാണ്, 4ാമത്തെ ഇൻഫിനിറ്റി പെൻഡന്റ് ഒരാൾക്ക് നേടിക്കൊടുക്കാൻ പാട്ടായ ആളാണ്. ആ ഇൻഫിനിറ്റി പെൻഡന്റ് അയാൾക്ക് കിട്ടാൻ കാരണം ഞാനും കൂടെ വർക്ക് ചെയ്തത് കൊണ്ടാണ്. തൊട്ടു മുന്നത്തെ ടാസ്കിൽ ഈ എൽദോ പറഞ്ഞതുപോലെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആള് എൽദോയുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്. ആൾക്ക് എനിക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് എന്റെ കഴിവ് കൊണ്ടാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് എൽദോ അതിനെ കൗണ്ടർ അടിച്ച് പറഞ്ഞത്. ഇവർ 5 പേരും തമ്മിൽ ഒരു തീരുമാനമാക്കാതിരുന്നപ്പോൾ ഏറ്റവും അവസാനം ജഡ്ജസ് ഇടപെട്ടു. ജഡ്ജസ് ചോദിച്ചു, അഫിയ ഫസ്റ്റ് വരണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ ആരും കൈപൊക്കിയില്ല. ഷിജിലാലിനും കൈപൊക്കിയില്ല, ഷിജിനും കൈപൊക്കിയില്ല. ഷിജിനയും എൽദോയും ഒരു ടീം ആയതുകൊണ്ട് അവര് വരണോ എന്ന് ചോദിച്ചപ്പോൾ മെജോറിറ്റി ആൾക്കാർ കൈപൊക്കി. അടുത്തത് എൽദോ ആൻഡ് ഷിജിനയെ സ്പ്ലിറ്റ് ചെയ്യുന്നതായിരുന്നു. അതിൽ ആര് വരണം എന്ന് ചോദിച്ചപ്പോൾ എൽദോയ്ക്കായിരുന്നു മെജോറിറ്റി കിട്ടിയത്. ശരിക്കും അതൊരു ഫെയർ ഡിസിഷൻ തന്നെയായിരുന്നു. ഇവർ 5 പേരിൽ എൽദോ തന്നെയാണ് അതിന് അർഹരായിട്ടുള്ള ആള്.